അക്ഷരസ്നേഹികളെ ഒത്തൊരുമിച്ചിടാം. അക്ഷരസ്നേഹികളെ ഒത്തൊരുമിച്ചിടാം. അറിവിൻ പൊൻദീപമൊന്നായി തെളിയിക്കാം, വായിച്ചു വളർന്നിടാം, അറിവുകൾ നേടിയിടാം. നീലം പേരൂരിൽ പുതുവായിൽ നാരായണ പണിക്കർ നാമധേയത്തിൽ പിറവിയെടുത്തൊരു അക്ഷര നക്ഷത്രമേ. വായനയെ മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തി വീണ്ടും ഒരു വായനാദിനം കൂടി. മലയാളിയെ അക്ഷരങ്ങളുടെയും വായനയുടെയും ലോകത്തേക്ക് നയിച്ച കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ട PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ആണ് എല്ലാ വർഷവും നാം വായനാദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാല ഇല്ലാത്ത ഒരു ഗ്രാമവും കേരളത്തിലുണ്ടാവരുതെന്ന് തീവ്രമായി ആഗ്രഹിച്ച അദ്ദേഹം അതിനായി അഹോരാത്രം പ്രയത്നിച്ചു. 1909 ജൂലൈ 17 ചങ്ങനാശ്ശേരി താലൂക്കിലെ നിലമ്പേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി പുതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ ജനിച്ചു. 20-ാം വയസ്സിൽ LP സ്കൂൾ അധ്യാപകനായി. 1945 കേവലം 47 ചെറു ഗ്രന്ഥങ്ങളുമായാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചത്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. ഇതാണ് പിൽക്കാലത്തെ കേരള ഗ്രന്ഥശാല സംഘമായി വളർന്നത്. ആദ്യ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പണിക്കർ തുടർച്ചയായി 32 വർഷത്തോളം ആ സ്ഥാനത്ത് തുടർന്നു. 1971 ഗ്രന്ഥശാല സംഘത്തിന്റെ ഭരണച്ചുമതല സർക്കാർ ഏറ്റെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനും സെക്രട്ടറി പണിക്കരുമായി ഒരു കൺട്രോൾ ബോർഡ് നിലവിൽ വന്നു. പിന്നീട് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ പണിക്കരെ പുറത്താക്കി. സംഘത്തിന്റെ ഭാഗമായി ആരംഭിച്ചിരുന്ന അനൗപചാരിക വിദ്യാഭ്യാസത്തിന് ആക്കം കൊടുക്കുവാൻ PN പണിക്കർ കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി കാൻഫെഡ് രൂപീകരിച്ചു. 1970 നവംബർ ഡിസംബർ മാസങ്ങളിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ പണിക്കരുടെ നേതൃത്വത്തിൽ കാൽനടയായി നടത്തിയ സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ്. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നതായിരുന്നു ജാഥയുടെ മുദ്രാവാക്യം. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2004 ജൂൺ 19 രാജ്യം 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. 1995 ജൂൺ 19 രോഗബാധിതനായി തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പണിക്കരുടെ മരണം. 1996 മുതൽ കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു വരികയാണ്. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാ വാരമായി കേരള വിദ്യാഭ്യാസ വകുപ്പും ആചരിക്കുന്നുണ്ട്.